പുളിഞ്ചിയാണ് കേട്ടോ ഇന്നത്തെ ഐറ്റം. ഓണം സീരീസിലെ നമ്മുടെ 9ാമത്തെ വിഭവമാണ് കേട്ടോ ഈ പുളിഞ്ചി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചൂടായ വെളിച്ചെണ്ണയിൽ 1 സ്പൂൺ കടുക് പൊട്ടിക്കാം. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് വഴറ്റിയെടുക്കാം. എരിവനുസരിച്ച് എടുത്തോളൂ കേട്ടോ പച്ചമുളകൊക്കെ. വറ്റൽമുളക് ഇടാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ 2-3 വറ്റൽമുളക് കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചി നല്ല ബ്രൗൺ കളർ ആവുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. 2 നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉലുവ പൊടിച്ചതും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയിട്ട് 2 ശർക്കരയുടെ പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് കുറുക്കിയെടുക്കാം. നന്നായിട്ട് കുറുകി വന്നാൽ ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. ചിലർക്കൊക്കെ പുളിഞ്ചി നല്ല കുറുകിയിട്ടായിരിക്കും കേട്ടോ ഇഷ്ടം. എന്നാൽ വേറെ ചിലർക്കൊക്കെ കുറച്ച് വെള്ളം പോലെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് തീ ഓഫാക്കാം കേട്ടോ. ലാസ്റ്റായിട്ട് നമ്മുടെ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുളിഞ്ചി റെഡിയാണ് കേട്ടോ. എന്നാൽ മറ്റൊരു സദ്യ വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം.